കരുവന്നൂര് അത് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുകയോ പ്രതിഫലിക്കുകയോ വിവാദമാകുകയോ ഒന്നും ചെയ്യുന്നില്ല എന്നൊരു ആത്മവിശ്വാസം ഇടതുപക്ഷ കരുവന്നൂര് നമുക്കറിയാലോ, കരുവന്നൂരുണ്ടായ സംഭവവികാസങ്ങൾ ജനങ്ങൾക്ക് അറിയാം. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ജനങ്ങൾക്ക് അറിയാം. അപ്പോൾ കരുവന്നൂർ ബാങ്കിൻ്റെ പ്രശ്നങ്ങൾക്ക് ഞങ്ങളൊരു വലിയ പരിഹാരം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗവൺമെൻറ്. അത് കരുവന്നൂർ മാത്രമാണ് പ്രശ്നം എന്ന് പറയുമ്പോഴാണ് നമുക്ക് അഭിപ്രായ വ്യത്യാസം. BJP നടത്തിയിട്ടുള്ള ഈ ഇലക്ഷനിടയിൽ നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ ഇലക്ട്രൽ ബോണ്ട് സ്കാമൊക്കെ എവിടെ പോയി എന്ന് കൂടെ ചോദിക്കണ്ടേ. ഇലക്ട്രൽ ബോണ്ട് സ്കാമും നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ സ്കാമല്ലേ, ഏറ്റവും വലിയ അഴിമതിയാണ്. അപ്പോൾ അതിനെപ്പറ്റി BJP സംസാരിക്കാത്തത് എന്തുകൊണ്ടാണ്? നരേന്ദ്രമോദി ഇവിടെ വന്നപ്പോൾ ഇലക്ട്രൽ ബോണ്ടിനെ പറ്റി ഒരു അക്ഷരം വേണ്ടിയിട്ടില്ലല്ലോ. ഇലക്ട്രൽ ബോണ്ട് വാങ്ങാത്ത രണ്ട് രാഷ്ട്രീയ പാർട്ടികളെ പറ്റിയല്ലേ സംസാരിക്കുന്നത്. ഞങ്ങൾക്ക് ധനസമ്പാദനത്തിന് ആണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നിൽക്കുന്നതെങ്കിൽ, അനധികൃതമായ പണം സമ്പാദിക്കാൻ നിൽക്കുന്നതെങ്കിൽ BJPയും കോൺഗ്രസും മേടിച്ച പോലെ ഞങ്ങൾക്കും മേടിക്കാമല്ലോ. ഞങ്ങൾക്കൊരു സ്റ്റേറ്റ് ഗവൺമെൻറ്, ഞങ്ങളെക്കാൾ ചെറിയ പ്രാദേശിക പാർട്ടികൾക്ക് പോലും നൂറുകണക്കിന് കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് കൊടുത്തിട്ടുള്ള നിരവധി കമ്പനികളുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ വാങ്ങാമായിരുന്നല്ലോ. അപ്പോൾ ഞങ്ങൾ എന്തുകൊണ്ടത് വാങ്ങാതിരുന്നത്? അപ്പോൾ അങ്ങനെ ചെയ്യുന്നൊരു പാർട്ടി ഇവിടെ അഴിമതി നടത്തുമെന്ന് പറയുന്നതിൽ ഒരു പാർട്ടി എന്ന നിലയിൽ ചിലപ്പോൾ പാർട്ടിക്കാരായിട്ടുള്ള ആൾക്കാരെ അഴിമതിയിലൊക്കെ പെട്ട് കാണും. അതിന് ഞങ്ങൾ ഒരിക്കലും അംഗീകരിക്കുന്നില്ലല്ലോ. അത്തരം കാര്യങ്ങൾക്ക് പരിഹാരം കാണാൻ ഞങ്ങൾ ശ്രമിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊന്നും മറച്ചു വയ്ക്കാനില്ല. ഞങ്ങൾക്ക് ലൈഫ് അങ്ങനത്തെ ലൈഫാണ്. നമ്മളൊന്നും ആരെയും ഭയപ്പെട്ട് അങ്ങനത്തെ കാര്യങ്ങൾ ഭയപ്പെടേണ്ട കാര്യം ഇല്ല. അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ നമുക്ക് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് ജീവിക്കുന്ന ആൾക്കാരായതുകൊണ്ട് നമ്മളതിനെപ്പറ്റി ഭയപ്പെടേണ്ട കാര്യം നമുക്കറിയില്ല. അപ്പോൾ അത് വരട്ടെ. ജനങ്ങൾക്ക് ഞങ്ങളിലൊരു വിശ്വാസമുണ്ട്. ഞങ്ങൾ ചിലപ്പോൾ ഞങ്ങളോട് പരിഭവമൊക്കെ ഉണ്ടേക്കാം. ഞങ്ങളുടെ ഭരണത്തിലൊക്കെ ചിലപ്പോൾ ഞങ്ങളോട് പരിഭവമൊക്കെ ഉണ്ടാവാം. പക്ഷെ ഞങ്ങളോട് വെറുപ്പും വിദ്വേഷം. പരിഭവം എന്നുള്ള വാക്കാണ്, ഭരണവിരുദ്ധ വികാരം എന്നുള്ള വാക്കല്ല പറയുന്നത്. പരിഭവം തന്നെയാണ്. പരിഭവം ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ പെൻഷൻ വാങ്ങിയപ്പോൾ പരിഭവം ഉണ്ടായിരുന്നു. പക്ഷെ അവർക്കറിയാം പെൻഷൻ കൊടുത്തല്ലോ. അപ്പോൾ ഞങ്ങൾ പെൻഷൻ കൊടുത്തല്ലോ, പരിഭവം തീർന്നു. അത് ജനങ്ങൾക്ക് എപ്പോഴും നമ്മൾ ജനങ്ങളുമായിട്ട് നിരന്തരം ബന്ധപ്പെടുമ്പോൾ നമുക്ക് ഒരു പരിഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അതിനർത്ഥം അവർ ഞങ്ങളെ ചവിട്ടിപ്പുറത്താക്കുന്നു പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇല്ല. കാരണം അവരുടെ പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിലൊക്കെ കൂടെ നിന്നിട്ടുള്ള ആളുകൾ ഇടതുപക്ഷക്കാരാണെന്ന് അവർക്കറിയാം, ഇടതുപക്ഷ പ്രവർത്തകരാണെന്നറിയാം. അത് ഞങ്ങൾ മന്ത്രിമാരായിരിക്കുമ്പോഴും MLA-മാരായിരിക്കുമ്പോഴും സാധാരണ പ്രവർത്തകരായിരിക്കുമ്പോഴൊക്കെ സാധാരണ ജനങ്ങളുടെ കൂടെ ഏത് വിഷയത്തിലും പ്രളയം വന്നപ്പോഴും കോവിഡ് വന്നപ്പോഴും ഒക്കെ ഞങ്ങൾ അവരുടെ കൂടെ നിന്ന് പോയ ആൾക്കാരാണ്. അപ്പം അങ്ങനെയുള്ള ഞങ്ങളോട് അവർ ഞങ്ങളെ ചവിട്ടിപ്പുറത്താക്കണമെന്നോ ഞങ്ങൾ നശിപ്പിക്കണമെന്ന് അവരൊരിക്കലും പ്രതീക്ഷിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ജനങ്ങളിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിന് കൂടി ബലത്തിലാണ് പറയുന്നത് തൃശ്ശൂർ ജയിക്കുമെന്ന് പറയുന്നത്.